السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ജംഉം കസ്റും പാർട്ട് 9. ജംഇനും കസ്റിനും മൊത്തത്തിലുള്ള നിബന്ധനകളിൽ നിന്ന് നാലാമത്തെ നിബന്ധനയാണ് ഇനി പറയാനുള്ളത്. നാലാമത്തെ നിബന്ധന യാത്ര തുടങ്ങുന്ന പ്രദേശത്തിൻ്റെ അതിർത്തി വിടണം, ജംആക്കണമെങ്കിലും കസ്റാക്കണമെങ്കിലും. അപ്പോൾ സ്വന്തം നാട്ടിലോ മഹല്ലിലെ പള്ളിയിലോ നാട്ടിലെ മറ്റു വല്ല സ്ഥലത്തോ വെച്ച് ജംഉം കസ്റും അനുവദനീയം അല്ല. നാട്ടിൽ വെച്ച് ജംആക്കാവുന്ന അഭിപ്രായങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അവ്വലു സഫരി അത്തവീലി ഹുന വൽ ഖസീരി ഫി നഹവി തനഫുലി ഫി സഫരി. യാത്രയുടെ ആദ്യം, അത് ഇവിടെ ദീർഘമായ യാത്രയെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ യാത്രയിൽ സുന്നത്ത് നമസ്കാരം പോലോത്തത് വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് നിർവഹിക്കാൻ പറ്റും ഖസീറ യാത്രയിലാണെങ്കിലും. അപ്പോഴും ഈ യാത്രയുടെ ആരംഭം എന്ന് പറയുന്നത് അൽ ഖുറൂജു മിനസ് സൂരി, സൂറ് വിട്ടുകിടക്കുക, അതിർത്തി വിട്ടുകിടക്കലാണ്. ഫിൽ മുസവ്വറത്തിൽ മുഖ്തസ്സി ബിഹ, ആ അതിർത്തി കൊണ്ട് അതിര് നൽകപ്പെട്ടിട്ടുണ്ട്, ആ നാടിനുള്ള പ്രത്യേകമായ അതിർത്തി. വലോഫി ജിഹത്തി മഖ്സിദിഹി ഫഖത്ത്, അതവൻ ഉദ്ദേശിച്ച സ്ഥലം, യാത്ര പോകാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്തിൻ്റെ ഭാഗത്തിൽ മാത്രമാണെങ്കിലും ശരി, അതിർത്തി അവിടെ മാത്രമേ ഉള്ളൂ, എന്നാലും ശരി അത് വിട്ടുകിടക്കുക. വൈൻ തഅദ്ദദ ഔ തഹദ്ദമ, ആ അതിർത്തി ഒന്നിൽ കൂടുതൽ അതിരുകളുണ്ട്, അതല്ലെങ്കിൽ ഔ തഹദ്ദമ, ആ അതിര് അവിടെ പൊളിഞ്ഞു ചാടിയിട്ടുണ്ട്, പക്ഷേ ബഖിയത്ത് തസ്മിയത്തുഹു സൂറൻ, അതിന് സൂറ് എന്ന് പറയപ്പെടാവുന്ന പേര് പറയപ്പെടൽ അവശേഷിക്കുന്നുണ്ട് ആ നിലക്ക്. ഇങ്ങനൊക്കെ അതിര് ഉള്ള നാടാകുമ്പോൾ അത് വിട്ടുകിടക്കണം. ഔകാന വറാഅഹു ഇമാറത്തുൻ, അതിൻ്റെ അപ്പുറത്ത് വല്ല പരിപാലനം ചെയ്യപ്പെട്ട സ്ഥലങ്ങളുണ്ട്, ഒഴിഞ്ഞ സ്ഥലമൊന്നല്ല, അവിടെ കെട്ടിടങ്ങളോ മറ്റൊക്കെ ആയിട്ട് വേറെയും ഉണ്ട്, എന്നാലും ശരി. ഇത് മാഫി ബാത്തിനിഹി വലോ നഹവ മസാരിഅ മഹ്സൂബും മിൻ മൗളിഇൽ ഇഖാമത്തി, ഈ അതിർത്തിക്ക് ഉള്ളിലുള്ള ഒന്ന്, അത് കൃഷിയിടം പോലത്തതാണെങ്കിലും അത് ആ താമസിക്കുന്ന സ്ഥലത്തിൽപ്പെട്ടതായിട്ട് എണ്ണപ്പെടും. ഒമാക്കാന ഖാരിജഹു, അതിർത്തിക്ക് പുറത്തുള്ള ഒന്ന് ലാ യുഅദ്ദു മിനൽ ബലദ്, അത് നാട്ടിൽപ്പെട്ടതായിട്ട് എണ്ണപ്പെടുകയും ചെയ്യൂല. വൽ ഖന്ദഖു കസ്സൂരി, ഒരു നാടിൻ്റെ അതിർത്തിക്ക് പകരം അവിടെ ഒരു കിടങ്ങാണ്, അത് അതിർത്തി പോലെ തന്നെയാണ്. ലാക്കിൻ ലാ ഇബ്റത ബിഹി മാ വുജൂദി സൂരി, അതിർത്തി ഉള്ളതിനോടുകൂടെ പിന്നെ ഈ കിടങ്ങ് കൊണ്ട് പരിഗണിക്കപ്പെടൂല. വക്കദാ തഹ്വീത്തു അഹ്ലിൽ ഖുറ അലൈഹ ബിനഹ്വി തുറാബി, ഇപ്രകാരം തന്നെയാണ് ഗ്രാമവാസികൾ ആ നാടിൻ്റെ മേൽ മണ്ണ് പോലോത്തത് കൊണ്ട് ചുറ്റുമതിൽ ഉണ്ടാക്കലും, ഒരു കെട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിർത്തിയുടെ സ്ഥാനത്താണ്, അപ്പം അത് വിട്ടുകിടക്കണം. ഷറഹ് ബാഫദിൽ 2:45, ബുഷ്റൽ കരീം 1:137.
വമാക്കാന ഖാരിജഹു ലാ യുഅദ്ദു മിനൽ ബലദി, ഈ അതിർത്തിക്ക് പുറത്തുള്ള ഒന്ന് അതിനെ നാട്ടിൽപ്പെട്ടതായിട്ട് എണ്ണപ്പെടൂല. ബിഖിലാഫി മാക്കാന ദാഖിലഹു വലൗ മിനൽ ഖറാബി വൽ മസാരിഇ, ഈ അതിർത്തിക്ക് ഉള്ളിലുള്ള ഒന്ന് അത് ഖറാബായ സ്ഥലം എന്ന് പറഞ്ഞാൽ യാതൊരു അണ്ടാദീപ്പും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം, അതുപോലെ കൃഷിയിടങ്ങൾ. മിസ്ലുഹു, ഈ സൂറ് പോലെ തന്നെയാണ് അൽ ഖന്ദഖു, കിടങ്ങ്. മഹല്ലു ദാലിക ഇൻ ഇഖ്തസ്സ കുല്ലു മിനസ് സൂരി വൽ ഖന്ദഖി ബിമാ സാഫറ മിന്നു. ഈ ഇത് വിട്ട് കടക്കണമെന്ന് പറഞ്ഞത് ഈ അതിർത്തിയാണെങ്കിലും അതിരാണെങ്കിലും അതുപോലെ കിടങ്ങാണെങ്കിലും അത് യാത്ര പോകുന്ന ആ നാടുകൊണ്ട് പ്രത്യേകമായതാകണം, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അതിരായി വെച്ചതാവണം. ഇല്ല, അങ്ങനല്ല. ഈ ബലത് അതല്ലെങ്കിൽ ഈ കറിയക്ക് മാത്രം ഖാസായതല്ല എന്ന് പറഞ്ഞാൽ ബിഅൻ ജമഅ ബൽദത്തൈനി ഔ ഖറിയത്തൈനി, രണ്ട് നാടിനെയോ രണ്ട് ഖറിയയെയോ ഈ അതിരോ കിടങ്ങോ ഒരുമിച്ച് കൂട്ടുന്നു, രണ്ടിനും കൂടി ഉള്ളതാണെങ്കിൽ ലം യുഷ്തർത്ത് മുജാവസത്തുഹു, അത് വിട്ടുകിടക്കൽ ഷർത്തില്ല. അപ്പൊ ആ സൂറ് വിട്ടുകിടക്കണം എന്നില്ല. ബല്ലി കുല്ലിൻ ഹുക്കുമുഹു, അപ്പോൾ പിന്നെ ഓരോ നാടിനും ഓരോ കറിയക്കും അതിൻ്റെതായ ഹുക്കുമാണ് ഉള്ളത്. അത് വലവുമായ തഖാറുബി ബൽ വലവുമായ ഇത്തിസാൽ, ഈ നാടിനോട് ചേർന്നിട്ടാണെങ്കിലും അടുത്തടുത്താണെങ്കിലും. വൽഖന്ദഖു കസ്സൂരി വഇല്ലം യകും ഫീഹി മാഉൻ അലൽ ഔജഹി, ഈ കിടങ്ങും അതിർത്തി പോലെ തന്നെ പരിഗണിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൽ വെള്ളം ഉണ്ടായാലും ഇല്ലെങ്കിലും, വെള്ളം ഇല്ലെങ്കിലും ശരി, പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. വയദ്ഹറു അന്നഹു ലാ ഇബ്റത ബിഹി മഅ വുജൂദി സൂരി, നാടിന് പ്രത്യേകമായ ഒരു അതിരുണ്ടാവുമ്പോൾ പിന്നെ ഈ ഖന്ദഖ് കിടങ്ങ് കൊണ്ട് പരിഗണിക്കൂല എന്നാണ്. ഷറുബാഫുൽ കുർദി സഹിതം 245, തുഹഫ ഷർവാനി സഹിതം 2371. വയുൽഹഖു ബിസ്സൂരി അയ്ളൻ തഹ്വീതു അഹ്ലിൽ ഖുറ അലൈഹാ ബിത്തുറാബി ഔ നഹ്വിഹി, ഈ അതിർത്തിയോട് ചേർത്തപ്പെടും ഗ്രാമനിവാസികൾ ഈ നാടിൻ്റെ മേൽ മണ്ണുകൊണ്ട് ചുറ്റ് മതില് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്, വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. ലി ഇറാദത്തി ഹിഫ്ലിഹാ മിനൽ മാഇ മസലൻ, ആ ഗ്രാമത്തിലേക്ക് വെള്ളം വരുന്നത് സൂക്ഷിക്കാൻ, ഉദാഹരണം വെള്ളം പോലത്തത് വിരലിനെ സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൂടെ ചെയ്യുന്നത്. മണ്ണ് കൊണ്ട് ആ നഹവിഹി, അതല്ലെങ്കിൽ മണ്ണ് പോലെയുള്ള മുള്ളുകൊണ്ട് ഒരു വേലിയാണ് നോക്കുക. അപ്പോൾ വേറെ വെള്ളം വരാതിരിക്കാനല്ല, വേറെ വല്ല ജീവികളും വരാതിരിക്കാൻ വേണ്ടിയാവാം. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും അതാണ് വിട്ട് കിടക്കേണ്ടത്. അമ്മാമ ജറത്തിൽ ആദത്തു ബിഹി മിൻ ഇൽഖാഇർ റമാദി വ നഹ്വിഹി ഹൗലൽ ബലദി, നാടിന്റെ ചുറ്റുഭാഗം, ആ നാടിന്റെ കറിയന്റെ ഒക്കെ ചുറ്റുഭാഗത്തും വെണ്ണൂറ് പോലത്തതൊക്കെ ഇടുന്ന പതിവ്. ഫലൈസ മിമ്മ നഹ്നു ഫിഹി, അത് നമ്മൾ പറയുന്ന ഈ അതിർത്തി എന്ന് പറഞ്ഞാൽ അതൊന്നും പെടൂല. ഫലാ യകൂനു കസ്സൂരി ലാകിന്നഹു യുഅദ്ദു മിൻ മറാഫിഖിഹ, അത് അതിർത്തി പോലെയല്ല, അത് ഈ നാടിന്റെ സൗകര്യങ്ങളിൽ പെട്ടതാണ്, അത് വിട്ടുകിടക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഷർവാനി 2371. നമ്മുടെ ഈ നാടുകളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്നതൊന്നും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല. നമ്മുടെ ഈ സ്റ്റേറ്റൊക്കെ മാറി ഇതര സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും കുറേ വീടുകൾ ഒരു ഭാഗത്ത്, അവിടെ കുറച്ച് കച്ചവടങ്ങളും മറ്റുമായി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്നാണ് പോയാൽ കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വീടുകളും കടകളും മറ്റൊക്കെ ആയിട്ട് കാണാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇവിടെ അതിർത്തിയും മറ്റൊക്കെ ബോധ്യം വരിക. നമ്മുടെ ഈ നാടുകളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നാടിൻ്റെ അതിർത്തി ഏതാണ്, അതല്ലെങ്കിൽ
ഈ കിടങ്ങ് അതുപോലെയുള്ള കൃഷിയിടങ്ങൾ, അതിന് പ്രത്യേകമായ കടകൾ, പീടികകൾ, ഇതൊന്നും നമുക്ക് വേഗം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസം വരും. അപ്പോൾ മറ്റു നാടുകളിൽ ചെല്ലുമ്പോഴാണ് അവിടെ അത്തരത്തിലുള്ള ഒരു രീതികൾ നമുക്ക് കാണാൻ കഴിയും. ഗ്രാമവും ആ ഗ്രാമത്തിൽ ചെറിയ കുറേ പീടികളുണ്ട്. അവിടെ ചിലപ്പോൾ ചെറിയ ഒരു ആശുപത്രി ഉണ്ടാവാം, പരിമിതമായ സൗകര്യങ്ങൾ. ചിലപ്പോൾ കുറച്ച് വലിയൊരു അങ്ങാടിയാണെങ്കിൽ അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവാം. അപ്പോൾ ഗ്രാമം, വലത്, ഇങ്ങനെയൊക്കെ ആ നിലക്ക് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാടിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോഴാണ് ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇനി ഒരു നാടിന് അതിർത്തി ഇല്ലെങ്കിൽ ഫൈലം യക്കുൻ ലഹ സൂറുൻ മുത്തലഖൻ, ഇനി ആ നാടിന് തീരെ അതിർത്തിയില്ല. മുത്തലഖ് എന്ന് പറഞ്ഞാൽ അസ്ലൻ, ഒരു ഭാഗത്തുമില്ല. ഔഫി സൗബി സഫരിഹി, അതല്ലെങ്കിൽ ഓൻ യാത്ര പോകുന്ന ആ ഭാഗത്തിലില്ല. ഔ കാനലഹ സൂറുൻ ഗൈറു മുഖ്തസിം ബിഹ, ആ നാട് കൊണ്ട് പ്രത്യേകമായതല്ലാത്ത അതിരാണുള്ളത്. ഖുറൻ മുത്തഫാസില, വിട്ടുപിരിഞ്ഞ കുറെ ഗ്രാമങ്ങൾ. വലവുമായ തക്കാറുബി വല്ലിത്തിസാല്, അപ്പം ഒന്നിൽ കൂടുതൽ ഗ്രാമങ്ങളുണ്ട്. ജമാഅഹ സൂറുൻ, അവയെ എല്ലാത്തിനെയും ഒറ്റ അതിർത്തിയാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതെങ്കിൽ ഫ അവലുഹു ഐ സഫരിഹി, ഓന്റെ യാത്രയുടെ ആരംഭം എന്ന് പറയുന്നത് മുജാവസത്തുൽ ഉംറാന്, അവിടെയുള്ള ജനവാസ കേന്ദ്രം വിട്ടുകടക്കുക എന്നുള്ളതാണ് ഓന്റെ ആ കറിയന്റെ. വൈൻ തഹല്ലലഹു ഖറാബുൻ ലൈസ ബിഹി ഉസൂലു അബിനിയത്തിൻ, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും അതിൻ്റെ ബാക്കി പത്രങ്ങളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നാലും ശരി, ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്, മുരടുകളുണ്ട് എങ്കിൽ അപ്പം അതും വിട്ടുകിടക്കേണ്ടി വരും. അതൊന്നും ഇല്ലാത്ത നിലക്കുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളുടെ ഇടയിൽ വന്നാലും ശരി, ഈ ജനവാസ കേന്ദ്രം വിട്ടുകിടക്കണം എന്നുള്ളതാണ്. ഹത്താല യബ്ഖ ബൈത്തുൻ മുത്തസിലും വല മുൻഫസിലുൻ, മുത്തസിലോ മുൻഫസിലോ വിട്ടുപിരിഞ്ഞതോ ചേർന്നതോ ആയ ഒറ്റ വീടും അവശേഷിക്കരുത്, അതൊക്കെ വിട്ടുകിടക്കണം. വൽ ഖറാബുല്ലദി യതഖല്ലലുൽ ഇമാറാത്തി, ഈ പരിപാലനം നടത്തപ്പെട്ട ഈ കെട്ടിടങ്ങൾക്ക് ഇടയിലൊക്കെ വരുന്ന ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ, മഅദൂദുൻ മിനൽ ബലദി, അതൊക്കെ ഈ നാട്ടിൽപ്പെട്ടതായിട്ട് എണ്ണപ്പെടും. കന്നഹിരി ബൈന ജാനിബൈഹ, അതിന്റെ രണ്ടു ഭാഗങ്ങൾക്കിടയിലൂടെ ഒഴുക്കുന്ന ചെറിയ തോട്, നദി ഒക്കെ. ഔ നെഹ്റുൻ, ഇനി ഈ ഖറാബ് ഇടയിൽ വരുന്നത് പോലെ, ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇടയിൽ വരും പോലെ തന്നെ ഔ നെഹ്റുൻ, ഇനി ഒരു വലിയ തോട്, വൈൻ കബുറ, അത് വലുതാണെങ്കിലും ശരി, തോട് ഇടയിൽ കൂടെ ഉണ്ട്. ഔ മൈതാനുൻ, അതിൻ്റെ ഇടയിൽ മൈതാനുണ്ട്, ഒഴിഞ്ഞ സ്ഥലം, ഗ്രൗണ്ട്. ലി അന്നഹു മഹലുൽ ഇഖാമത്തി, കാരണം ഈ സ്ഥലങ്ങളൊക്കെ, ഇതൊക്കെ ഇഖാമത്തിന്റെ മഹലാണ്, ഓൻ താമസിക്കുന്ന മഹലിൽ പെട്ടതായിട്ടാണ് അതൊക്കെ വരിക. അപ്പോൾ അവിടെ ഈ ജനവാസ കേന്ദ്രങ്ങൾ വിട്ടുകിടക്കുമ്പോഴാണ് ഓനക്ക് ജമ്മു കസറൊക്കെ പറ്റുക. ഉംറാൻ ബി ലമ്മിൽ ഐനിൽ മുഹമ്മലത്തി എന്നാണ്, ഐനിക്ക് ലമ്മ് കൊണ്ട് ഉംറാൻ എന്നാ വായിക്കുക. തുഹഫ 2371-72, മഹല്ലി 1-256. ഈ ഉംറാന് ഫഇല്ലം യകുൻ ശൈഉം മിൻ ദാലിക ബിശർത്തിഹി, നാടിന് അതിരില്ല, അതുപോലെ അതിരില്ലാത്തപ്പോൾ ഖന്തക്ക് കിടങ്ങുമില്ല. ഇങ്ങനെ വരുമ്പോൾ ഫബി മുജാവസത്തി ഉംറാനിൽ ബലദി, നാടിന്റെ ജനവാസ കേന്ദ്രം വിട്ടുകിടക്കണം എന്നതാണ്. ഉംറാനുൽ ബലദ് എന്ന് പറഞ്ഞാൽ വഹുവ ആഖിറു ദൂരി, വീടുകളിൽ നിന്ന് അവസാനത്തതാണ്. വൈനിത്തസലത്ത് ബി മഖാബിറു, ഇതിനോട് മക്ബറകൾ ചേർന്ന് വന്നാലും ശരി. ഔൽ മൽഅബു സിബിയാൻ, അതല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന
ഗ്രൗണ്ടുകൾ ചേർന്ന് വന്നാലും ശരി ഈ ജനവാസ കേന്ദ്രം വിട്ടുകിടക്കണം. 69. അപ്പോ ജനവാസ കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന മഖ്ബറ പോലെയുള്ളത് വിട്ടുകിടക്കേണ്ടതില്ല എന്നാണ്. വമിൻഹു, ഈ ഉംറാനിൽപ്പെട്ടതാണ് അൽ മഖാബിറുൽ മുത്തസിലത്തു, അതിനോട് ചേർന്ന് നിൽക്കുന്ന മഖ്ബറകളും, വ മത്റഹുർ റമാദി, വെണ്ണീറുകൾ ഇടുന്ന സ്ഥലം, വ മൽഅബു സിബിയാനി, കുട്ടികൾ കളിക്കുന്ന സ്ഥലം, ഇവയൊക്കെ എന്ന് ഇമാം അദ്റഇ റഹ്മഹുല്ല ബഹസ് ചെയ്തിട്ടുണ്ട്. അലാമ ബഹസവുൽ അദ്റഇ. വ ബയ്യന്തു മാ ഫീഹി ഫി ശറഇൽ ഉബാബ്. ശറഉൽ ഉബാബിൽ ആ ഇമാം ബഹസ് ചെയ്ത ഒന്നിലുള്ള കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വഹാസിലുമാ ദക്കറഹു ഫീഹി ളുഅഫു കലാമിൽ അദ്റഇ. ഇമാമിന്റെ കലാമ് ദഈഫാണെന്നാണ് അതിലുള്ളതിന്റെ ഈ ശറഉൽ ഉബാബിൽ പറഞ്ഞതിന്റെ ഹാസില് ആകത്തുക. വന്നൽ മുഅ്തമദ അദമുസ്തിറാത്തി ദാലിക. പ്രബലമായ അഭിപ്രായം അതൊന്നും വിട്ടുകിടക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഖുർദി 2:45. ഇത് തുഹഫ 2:372 പറഞ്ഞതാണ്. അതിർത്തിക്ക് അപ്പുറം ഉള്ള ഈ അണ്ടാതിപ്പില്ലാത്ത സ്ഥലങ്ങളൊന്നും വിട്ടുകിടക്കേണ്ടതില്ല ഈ കസർ ജമ്മിന്. അതുപോലെ തന്നെ അതിൻ്റെ അതിർത്തിക്ക് ശേഷമായിട്ടുള്ള പൂന്തോട്ടങ്ങള്, കൃഷിയിടങ്ങള്, അത് യാത്ര പോകുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്, എന്നാലും അവ വിട്ടുകിടക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ തോട്ടങ്ങളോ അതല്ലെങ്കിൽ പൂന്തോട്ടങ്ങളോ കൃഷിയിടങ്ങളോ ഒക്കെ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. ഔ കാനത്ത മുഹവത്തൈനി ലിഅന്നഹുമാ ലാ യുത്തഖദാനി ലിഖാമത്തി. കാരണം അതൊന്നും ഒരാൾ താമസിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെടുന്ന സ്ഥലങ്ങളല്ല. അതുകൊണ്ട് അതൊന്നും വിട്ടുകിടക്കേണ്ടതില്ല. എന്നാൽ ഇൻകാന ഫീഹ, ഈ കൃഷിയിടത്തിലോ പൂന്തോട്ടത്തിലോ ഒക്കെ ഉണ്ട് അഭിനീയത്തും, ചില കെട്ടിടങ്ങളുണ്ട്. തസ്കുനു ഫി ബഅദി അയ്യാമി സനത്തി, വർഷങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ അവിടെ താമസിക്കും. തുസ്കനു ഫി ബഅദി അയ്യാമി സനത്തി ഉസ്തുരിത്തത്ത് മുജാവസത്തുഹാ അലാമാ ജസമ ബിഹി. ഇമാം നവവി റാഫിഈ റഹ്മഹുല്ലാഹ് ഉറപ്പിച്ചു പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവ വിട്ടുകിടക്കണം എന്നാണ്. എന്നാൽ ലാകിന്നഹു ഇസ്തദ്ഹറ ഫിൽ മജ്മൂഇ അദമുൽ ഇസ്തിറാത്ത്. മജ്മൂഇൽ പ്രബലമാക്കിയിട്ടുള്ളത് വിട്ടുകിടക്കൽ ഷർത്തില്ല എന്നാണ്. ലിഅന്നഹ ലൈസത്ത് മിനൽ ബലദി, അത് നാട്ടിൽപ്പെട്ടതല്ല. വഅതമദഹുൽ ഇസ്നവി വഗൈറുഹു, ഇവരൊക്കെ അതിനെ പ്രബലമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടക്ക് താമസിക്കാൻ വേണ്ടി എന്നുള്ള നിലയ്ക്ക് പൂന്തോട്ടത്തിലോ കൃഷിയിടത്തിലോ വീടുകൾ ഉണ്ടെങ്കിൽ പോലും അവ വിട്ടുകിടക്കേണ്ടതില്ല എന്നതാണ് മുഅ്തമദായിട്ട് പറഞ്ഞിട്ടുള്ളത്. തുഹഫ 2:372 ഷർവാനി സഹിതം, മഹല്ലി 1:256, ശറഹു ബാഫദിൽ 2:45, ശറഹുൽ മൻഹജ് 1:591. ഇടയിൽ അതിർത്തിയില്ലാത്ത ഒന്നിൽ കൂടുതൽ ഗ്രാമങ്ങളുടെ വിധി. വൽ ഖർയത്താനി ഐ ഫ അക്സറു, രണ്ടോ രണ്ടിൽ കൂടുതലോ ഗ്രാമങ്ങൾ. ഇനിത്തസലത്ത ഉറുഫൻ, അവ ഉറുഫിൽ ചേർന്ന് നിൽക്കുന്നവയാണെങ്കിൽ, ഖറിയത്തിൻ, അതിനൊറ്റ ഗ്രാമത്തിന്റെ വിധിയാണ്. വൈനിഖ്തലഫത്ത ഇസ്മൻ, പേരിൽ ഈ രണ്ടോ രണ്ടിൽ കൂടുതൽ ഗ്രാമങ്ങളോ വ്യത്യസ്തമാണെങ്കിലും ശരി, ഉറുഫിൽ ചേർന്നിട്ടാണ് അവ ഉള്ളതെങ്കിൽ ഒറ്റ ഗ്രാമത്തിന്റെ വിധിയാണ്. വഇല്ല ഐ ഇല്ലം തത്തസില ഉറുഫൻ, ഉറുഫിൽ അവ ചേർന്നിട്ടല്ല എങ്കിൽ കഫ മുജാവസത്തു ഖറിയത്തിൽ മുസാഫിരി,
യാത്ര പോകുന്നവന്റെ ഗ്രാമം വിട്ടുകടന്നാൽ മതി. വൽ ഖറിയത്തു കബൽദത്തിൻ ഫി ജമീഇ മാ ദുക്കിറ. ഖറിയയും ബലദും ഒക്കെ ഈ മേൽ പറയപ്പെട്ട വിഷയത്തിൽ തുല്യമാണ്. ഐ ഫയുഷ്തർത്തു മുജാവസത്തുൽ ഉംറാനി ഫിഹ. ബലദാണെങ്കിലും ഗ്രാമമാണെങ്കിലും അവിടൊക്കെ ഈ ജനവാസ കേന്ദ്രം വിട്ടുകടക്കണം. വലഅല്ലൽ മുറാദ ബിൽ ഖറിയത്തൈനി ഹുന മാ യശ്മലുൽ ഖറിയത്ത വൽ ബൽദത്ത. ഇവിടെ രണ്ട് ഖറിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖറിയ, ബൽദത്ത് ഇവയെ ഉൾപ്പെടുത്തുന്ന ആ അർത്ഥത്തിലാണ്. അപ്പോ ഉർഫനുസരിച്ചുകൊണ്ട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ അവ ഒറ്റ ഗ്രാമത്തിന്റെ വിധിയും, ഉർഫനുസരിച്ചുകൊണ്ട് ചേർന്നിട്ടല്ല വിട്ടുവിട്ടിട്ടാണെങ്കിലോ അവക്ക് വ്യത്യസ്തമായ ഗ്രാമങ്ങളുടെ വിധിയും തന്നെയാണ്. തുഹഫ ഷർവാനി സഹിതം 2,372, മഹല്ലി 1,256. ബലദ്, ഖറിയ. പിന്നെ ജുമുഅന്റെ അധ്യായത്തിൽ മിസ്ർ എന്നും പറയാറുണ്ട്. വൽ മിസ്റു മാ ഫീഹി ഹാക്കിമുൻ ശർഇയ്യുൻ വ ഹാക്കിമുൻ ശുർത്തിയുൻ വസുവാഖുൻ ലിൽ മുആമലത്തി. അവിടെ ശർഇയായ ഒരു ഭരണാധികാരിയുണ്ട്, ഒരു ഭൗതികമായ തലത്തിലുള്ള ഒരു പോലീസ് ഭരണാധികാരിയും ഉണ്ട്. അപ്പൊ പോലീസ് സ്റ്റേഷനും ഉണ്ട്. മുആമലത്ത്, ഇടപാടുകൾ നടത്താനുള്ള അങ്ങാടികളും ഉണ്ട്. ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് മിസ്ർ. വൽ ബലദു, ബലദ് എന്ന് പറഞ്ഞാൽ മാഫീഹി ബഅദു ദാലിക, ഇവയിൽ ചിലതുണ്ടായാൽ, ശുറത്തിയായ ഹാക്കിമോ അതല്ലെങ്കിൽ ശർഇയായ ഹാക്കിമോ അതല്ലെങ്കിൽ മുആമലത്തിന് വേണ്ടിയുള്ള അങ്ങാടികളോ ഒക്കെ ഏതെങ്കിലും ചിലതുണ്ടായാൽ ബലദ് എന്ന് പറയാം. വൽ ഖറിയത്തു മാ ഖലത്ത് അൻ ദാലിക കുല്ലിഹി. ഇതെല്ലതും ഇവ എല്ലാത്തിനെ തൊട്ടും ഒഴിവായതാണെങ്കിൽ ഖറിയ എന്ന് പറയും. യാനത്ത് 2:59. മദീനത്ത് എന്നും പറയും മിസ്റിന്. മിസ്ർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് മദീന എന്ന് പറയും. ബലദ് ജുമുഅന്റെ ബാബിലൊക്കെ ബലദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അബിനിയത്തു മുത്തലഖ് എന്ന് പറഞ്ഞാൽ അബിനിയത്തു ഔത്താനിൽ മുജമ്മിഈന, ജുമുഅ നിർവഹിക്കുന്ന ആളുകൾ കുടികെട്ടി താമസിക്കുന്ന കെട്ടിടങ്ങൾ, അവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ. സവാവും കാനത്ത് ബലദൻ ഔ ഖറിയത്തൻ ഔ മിസ്ര എന്നാണ്. അത് ഖറിയ ആണെങ്കിലും മിസ്ര ആണെങ്കിലും ബലദാണെങ്കിലും ഒക്കെ ബലദ് എന്ന് ഒറ്റവാക്കിൽ പറയും. അവിടെ അബിനിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മനാസിലു വൽ ബുയൂത്തുല്ലത്തി യസ്തൗത്തിനുഹൽ അദദുൽ മുഅ്തബറൂൻ. ജുമുഅക്ക് പരിഗണിക്കപ്പെടുന്ന എണ്ണം ആളുകൾ വീട് കെട്ടി താമസിക്കുന്ന, അവര് ഒരു അവിടെ താമസത്തിനായി ഉപയോഗിക്കുന്ന, മറ്റു പുറത്തേക്കൊന്നും പോകാൻ താമസിക്കുന്ന കെട്ടിടങ്ങൾ, വീടുകൾ, ഇതാ ഉദ്ദേശിക്കുന്നത്. ഈ വവ്വലു സഫരി മുജാവസത്തു സൂരിൻ മുഖ്തസിം ബിമാ സാഫറ മിൻഹു. യാത്ര പോകുന്ന ആ നാടിനക്ക് പ്രത്യേകമായ അതിർത്തി ഉണ്ടാകുമ്പോൾ അത് വിട്ടുകടക്കുമ്പോഴാണ് യാത്രയുടെ ആദ്യം എന്ന് പറയുക. ബലദിൻ വ ഖറിയത്തിൻ. അവിടെ ബലദ് പോലെ ഖറിയ പോലെ എന്ന് കാണാം. അവിടെ വൽ ഫർഖു ബൈനഹുമ, ബലദ് ഖറിയ ഇവ തമ്മിലുള്ള വ്യത്യാസം, അന്നൽ അവ്വല ഹുവൽ അബിനിയത്തുൽ കസീറത്തുൽ മുജ്തമിഅത്തു, ഒരുമിച്ചു കൂടിയിട്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ ബലദ് എന്ന് പറയും. അപ്പൊ അവിടെ ചിലപ്പോ പോലീസ് സ്റ്റേഷനോ നല്ല വലിയൊരു അങ്ങാടിയോ ഒക്കെ ഉണ്ടാവും.
വൽ ഖറിയത്തു ഹിയൽ അബ്നിയത്തുൽ ഖലീലത്തുൽ മുജ്തമിയത്തു, ഖറിയയാവുമ്പോൾ ഒരുമിച്ച് കൂടിയ കുറഞ്ഞ വീടുകൾ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാടുകളിൽ ഇത് രൂപപ്പെടാൻ കുറച്ച് പ്രയാസമാണ്. തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ ഈ രീതിയിൽ ഗ്രാമങ്ങളും ബലതുകളൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഫി ഹാദൽ ബാബി, ഈ സഫറിന്റെ ബാബില്, വബാബിൽ ജുമുഅത്തി, ജുമുഅന്റെ ബാബിലും, യുഫിരിഖൂന ബൈനൽ യഫ്റഖൂന ബൈനൽ ബൽദത്തി വൽ ഖറിയത്തി, ഖറിയ ബൽദത്തി ഇവക്കിടയിൽ ഫുഖഹാ ഫർക്ക് പറയും. അപ്പോ ഖറിയ വിട്ടുകടക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അവൻ താമസിക്കുന്നത് ഖറിയയാണെങ്കിൽ ഖറിയ വിട്ടുകടക്കണം, അതിന്റെ അതിർത്തി വിട്ടുകിടക്കുക. ഓൻ താമസിക്കുന്നത് ഒരു ബലദാണെങ്കിൽ ആ ബലത് വിട്ടുകിടക്കുക. വഫീ ബഖിയ്യത്തിൽ അബ്വാബി, മറ്റു ബാബുകളിലൊക്കെ യുത്ലിഖൂന ഇഹ്ദാഹുമാ അലൽ ഉഖറ, ഖറിയനെ ബലദിന്റെ മേലും ബലദിനെ ഖറിയന്റെ മേലൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും പറയും. അവിടെ ബലത് എന്ന് പറഞ്ഞുകൊടുത്ത് ഖറിയ എന്ന് ഉദ്ദേശിക്കുക, ഖറിയ എന്ന് പറഞ്ഞത് ബലത് എന്ന് ഉദ്ദേശിക്കുക. അവിടെ അങ്ങനെ രണ്ടും ഫർക്കാക്കി പറയണില്ല. മുസാഫിറിന്റെ ബാബിലും ജുമാന്റെ ബാബിലും ഒഴിച്ച് മറ്റു ബാബുകളിൽ ഈ രണ്ട് ബാബിലും ഖറിയയും ബലതും തമ്മിൽ ഈ പറഞ്ഞ ഫർക്ക് ബാധകവുമാണ്. ജമല് 1,590, ബാജൂരി 1,230, ഫത്ഹുൽ അല്ലാമ് 3,28-29, യാനത്ത് 2,59.